ജീവിത ദുരിതങ്ങൾക്കും ജീവിത തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസന അൾത്താരയില് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുമെന്ന് അരുളി ചെയ്ത അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടി രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അങ്ങയുടെ വലതുകരത്താൽ ഈശോ അങ്ങയുടെ ആണിപ്പെടുതാർന്ന വലതുകരത്താൽ ഞങ്ങളെ ആശീർവദിക്കണമേ. തീർത്ഥാടനത്തിലെ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിലെ പ്രാർത്ഥിക്കുന്നവരും ഈ നിമിഷം കർത്താവിന്റെ ചൈതന്യത്തിലെ നിറയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ മക്കളെ, അച്ഛൻ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോഴേ ഈ മക്കളില്ലാത്തവരില്ലേ, അവരടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. ഇനി അവരിവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങളെ അമ്മയാണ് ഇവിടെ ഉള്ളത്. അമ്മ മകൾക്ക് വേണ്ടി അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവല്ലേ ഇതെല്ലാം കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. അവന് നെഞ്ചുവേദനയുള്ളവരും സ്ട്രോക്ക് വന്നവരും ശിരസിൽ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നെഞ്ചുവേദന വന്നവർ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ സമയമാണ്. അവന് ഡിസ്ചാർജൊക്കെ ഉള്ളവരും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. വെള്ളപ്പോക്ക്, വൈറ്റ് ഡിസ്ചാർജൊക്കെ ഉള്ളവരില്ലേ, നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ടോൺസിൽ രോഗികൾ, തൊണ്ട രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖങ്ങളുള്ളവർ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാനും കുഴപ്പമില്ല. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവേ, 39 വർഷം നിന്റെ ബലിയർപ്പിക്കുവാൻ നീ എന്നെ യോഗ്യനാക്കി. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുകൊണ്ട് നിന്റെ ഔദാര്യ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ലോകത്തോട് സംസാരിക്കാൻ നീ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഒരു തലവേദന ഉള്ളവർ പോലും സുഖപ്പെടാതെ ഇവിടുന്ന് പോകരുത്. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എവിടെയാണ് നിങ്ങളുടെ രോഗങ്ങൾ അവിടെയെല്ലാം കൈകൾ വെക്കാൻ അടിപ്പിടർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി അമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ രക്തസാക്ഷികളെ, വേദസാക്ഷികളെ, വിശുദ്ധന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അടിപ്പിട പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. സ്വർഗം തുറക്കുന്ന സമയമാണ്. എല്ലാ മാലാഖമാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലത്ത് കരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അടിപ്പിട പോലെ ദൈവിക ശക്തി നിങ്ങളെ കൊടുക്കട്ടെ. മക്കളില്ലാത്തവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, സ്പോണ്ടിലോസിസ് രോഗമുള്ളവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, മുട്ടിന് വേദന, മുട്ടൊടിഞ്ഞവരെ, തുടയിലൊടിഞ്ഞവരെ, വെരിക്കോസിൻ്റെ രോഗമുള്ളവർ, ശരീരം അഴുകുന്നവർ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാവിധ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ
കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകപ്പെടട്ടെ. നടുവേദനക്കാര്, കിഡ്നി രോഗികള്, കരൾ രോഗികള്, ഹൃദയ രോഗികള്, പല്ലുവേദന ഉള്ളവര്, തൊണ്ട രോഗമുള്ളവര്, ശ്വാസകോശ രോഗികള്, പ്രഷർ കുറഞ്ഞവര്, പ്രഷർ കൂടിയവര്, ഷുഗർ രോഗികള്, യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില്, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, മാരക രോഗങ്ങള്, തിരവേദികള്, ദുരിതങ്ങള്, വാതരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, ക്യാൻസർ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, അതുപോലെ തന്നെ നമ്മൾ കുർബാന തുടങ്ങാൻ തീരത്തും ഒരു സൈലൻസ് ഉണ്ട്. അനുതാപത്തിൻ്റെ, നിശബ്ദതയുടെ, ബഹളം ഇല്ലാതെ മനുഷ്യൻ ദൈവമായിട്ട് കണ്ടുമുട്ടുന്നുമ്പോഴുള്ളൊരു ഹോംവർക്കാണ് ആ ടൈം. ദൈവമായിട്ട് കണ്ടുമുട്ടി കഴിഞ്ഞുള്ള ദൈവത്തോടുള്ള മനസ്സിൻ്റെ സംവേദനങ്ങളാണ് അവസാനത്തെ സേക്രഡ് സൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആവുന്ന വിധത്തിലെല്ലാം ദൈവമായിട്ട് മനുഷ്യൻ ജീവിക്കാനാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു വിഷയം, ദൈവമായിട്ട് നമ്മൾ ഗുരുതരമായ ഒരു ജീവിതമില്ല, പിന്നെ ഒരു ആചാര അനുഷ്ഠാന പ്രകാരമുള്ളൊരു കാട്ടിക്കൂട്ടലും ഉള്ള സാങ്കേതികതകളാണ് ഉള്ളത്. അപ്പം ആ ഒരു ലെവല് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആഴമായ ആത്മബന്ധത്തോടെ കാർലോ അക്യൂറ്റസിനെ പോലെ പരിശുദ്ധ കുർബാനയുടെ ധ്യാനത്തോഴനാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും പെരുവിരിപ്പുള്ള, ഇത്രയും സ്കൂളിലൊന്നും ഇരുത്താൻ കൊള്ളാത്ത ഹൈപ്പർ ആക്ടിവിറ്റിയും ഓട്ടിസ ലക്ഷണങ്ങളൊക്കെ ഉള്ള ഈ മകനെയും കൊണ്ട് 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ഡോക്ടറുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ഇവനെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും, ഇപ്പം മരുന്നെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കും. അപ്പോൾ ജെയ്മി പറയും, ഡോക്ടർ തന്ന മരുന്നൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തില്ലേ? പിന്നെ കൊച്ചിങ്ങനെ സുഖപ്പെട്ട് നിൽക്കണില്ല എന്ന് പറയും. അപ്പം ഞാനൊരാളെ കണ്ടുമുട്ടി ഡോക്ടർ എന്ന് പറയും. ആരാണ്? ഈശോനോട് പറയാൻ അധികാരമുള്ള ഒരാളെ കണ്ടുമുട്ടിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ സാക്ഷ്യത്തിലേക്ക് പോക്ക് കണ്ടില്ലേ? ഞാനൊരാളെ കണ്ടുമുട്ടിയത്, ആരെയാണ്? മാതാവിനെ കണ്ടുമുട്ടിയ കാര്യം പറയുകയാണ്. എന്നിട്ട് ജെയ്മി അതൊക്കെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മയെ എനിക്ക് പുതിയ ആളല്ല, ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്, എനിക്ക് അമ്മേനെ അറിയാം. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് നമ്മൾക്ക് അമ്മേനെ എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മൾ അറിയാത്ത അമ്മയാണ് കൃപാസനത്തിലത്. അത് വേറെ ഒരു ലെവലാണത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് 2004 ഡിസംബർ 7 അമ്മയുടെ പ്രത്യക്ഷ പറയണത്. അത് സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിച്ചാർത്തിയിട്ട്, അപ്പോൾ ദുരന്തം ഒരു വിഷയം, ഒരു വ്യക്തി ഒരു ദുരന്തം അനുഭവിച്ചാൽ അതിന് ലോകത്ത് പ്രാർത്ഥിക്കാനുള്ള ഏക ഇടമാണ് കൃപാസനം. അതാണ് കൃപാസനം മാതാവ്. അപ്പം നിനക്ക് ദുരന്തമായിട്ട് തോന്നണം അത്. പക്ഷെ നീ ഈ ജെയ്മിയെപ്പോലെ തന്നെ ഇതുപോലെയുള്ള അനേകം മക്കളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉടമ്പടി എന്തുമാത്രം ദൈവസ്നേഹത്തോടെയാണ് പറയണത്. ഞാൻ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. അതാണ് പറയണത്. ഞാൻ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞത് അവൻ വളർന്നു വരികയാണ്, അവൻ്റെ കാലത്ത് അവന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. വളരെ മിനിമമാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നാട്ടുകാർ അവനെ കൈവെക്കരുത്, അവന് ജീവിച്ചു പോകണം. മിനിമമാണ് ഞാൻ ചോദിച്ചത്. അമ്മ തന്നത് മാക്സിമം ആണെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 കൃപയുടെ കൂടാരമേ സഞ്ചാരിയാവേ കൃപയുടെ കൂടാരമേ വാഗ്ദാനമേടകമേ കൃപാസനത്തിൻ്റെ അമ്മേ വാഗ്ദാനമേടകമേ കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തിക്ക് തന്നെ എപ്പോഴും ഇങ്ങനെ അപ്ഡേഷൻസ് ഉണ്ടാകും. എപ്പോഴും സാക്ഷ്യത്തിൻ്റെ ഓരോ 3 മാസം കൂടുമ്പോഴും പുതിയ പുതിയ ദൈവാനുഭവങ്ങളുണ്ടാകും. ഇപ്പം നമ്മളോട് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കണത് എന്തുകൊണ്ടാണ് പുതുക്കിക്കൊണ്ടിരിക്കുന്നത്? 2 കാര്യമാണ് പുതുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതായത് ഒന്ന്, എൻ്റെ അനുഭവത്തിൽ ദൈവം ഇങ്ങനെ നമ്മളൊരു ഉടമ്പടിയിലാണെങ്കിൽ ദൈവം ഇങ്ങനെ നമ്മളെ ഓരോ വിഷയം അതിൻ്റെ തക്ക സമയത്ത് എടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ഉടമ്പടി പുതുക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കാര്യം നടക്കുമ്പോൾ ഉടമ്പടി പുതുക്കില്ലെങ്കിലും കാര്യം നടന്നല്ല എന്ന് വിചാരിക്കും. അതങ്ങനെയല്ല നടക്കണത്. അത് നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം അത് ടേക്കപ്പ് ചെയ്തിട്ട് അതാതിൻ്റെ കാലത്ത്, ഇപ്പം അങ്ങനെ ഒരു വാക്കുണ്ട്, ദൈവം എല്ലാം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് അതാതിൻ്റെ കാലത്ത് നല്ലതായിരിക്കത്ത വിധം സൃഷ്ടിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ഒരു സമയക്രമീകരണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഉടമ്പടി വെക്കുന്ന 6 കാര്യങ്ങളും 6 കാലമായിരിക്കും. 6 കാര്യത്ത് അതാതിൻ്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി യേശുവേ ആരാധന യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 39:34. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. ഉടമ്പടി നിയോഗങ്ങളുടെ രീതിയിൽ അതിൻ്റെ ഒരു കാലമുണ്ട്. അതിൻ്റെ ഒരു കാലം, അത് നടക്കേണ്ട കാലമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിക്ക് 3ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ തന്നെ 3ാം ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തത്തില്ല.
അപ്പം അതുപോലെ തന്നെയാണ് അതാതിൻ്റെ കാലമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉടമ്പടി പുതുക്കത്തിലാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് ദൈവം ഈ വിഷയങ്ങൾ ഓരോ അതിൻ്റെ സമയമാകുമ്പോൾ ചെയ്ത് മാറ്റും. അപ്പം നമ്മൾ ഓർക്കണമെന്ന് വെച്ചാൽ പിശാച് പ്രവർത്തിച്ച് പറയും, അയ്യോ ഞാനിപ്പോൾ ഉടമ്പടിയിലല്ലല്ലോ, എന്നിട്ട് എൻ്റെ കാര്യം നടന്നല്ലോ. അതിൻ്റെ കാര്യം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ സഞ്ചാരി മാതാവേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ സഞ്ചാരി മാതാവേ കൃപയുടെ ഉള്ളവരേ സഞ്ചാരി മാതാവേ കൃപയുടെ കൂടാരമേ കൃപാസനത്തിൻ്റെ വാഗ്ദാനപേടകമേ കൃപാസനത്തിൻ്റെ അമ്മേ വാഗ്ദാനപേടകമേ കൃപാസനത്തിൻ്റെ അമ്മേ. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് അങ്ങോട്ട് പോകാനുള്ള കഴിവുണ്ടായില്ല. വിസയും ടിക്കറ്റും എല്ലാം അവർ ഫ്രീ ആയിട്ട് അയച്ചു തന്നു. ഇത്ര അനുഗ്രഹം എനിക്ക് തന്ന മാതാവിന് 1000 നന്ദി. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കൂടുതൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ലൈസമ്മ. ഞാൻ താമസിക്കുന്നത് ചുങ്കത്ര പള്ളിക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന കാരണം എനിക്ക് ഒരു മകനായിരുന്നു ഉണ്ടായിരുന്നത്, ആകെ ഒരു മകൻ. അവൻ്റെ അച്ഛൻ 1 വയസ്സായപ്പം മരിച്ചുപോയി. അപ്പം ഞാൻ കൂടുതൽ ഈ മോന് വേണ്ടി തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവൻ പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിരുന്നു, നല്ല മാർക്കോടുകൂടി 10ാം ക്ലാസ്സും +2 എല്ലാം പാസ്സായി കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം എന്നോട് പറഞ്ഞിരുന്നു ഞാനിവിടെ ഡിഗ്രിക്ക് പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഡിഗ്രിക്ക് പഠിച്ചിട്ട് കാര്യമില്ല, നല്ല എന്തെങ്കിലും കോഴ്സിന് മോൻ പഠിക്കുക എന്ന് പറഞ്ഞ് ഞാനാണ് അവനെ നിർബന്ധിച്ച് എൻട്രൻസിന് വിട്ടത്. എൻട്രൻസിന് വിട്ടിട്ട് അവന് കുസാറ്റിൽ കേരള എഞ്ചിനീയറിങ്ങിനും അവന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, കുസാറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അമ്മേ ഞാൻ കുസാറ്റിലാണ് പോകുന്നത്, അവിടെയാണ് പ്ലേസ്മെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ കുസാറ്റിൽ കൊണ്ട് അഡ്മിഷൻ എടുത്തു. അവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുവരെ എന്ന് പറഞ്ഞാൽ അവൻ നാട്ടിൻപുറത്തുള്ളൊരു സ്കൂളിലല്ലേ പഠിച്ചത് +2 ഒക്കെ. അപ്പോൾ അവിടെ നമുക്ക് നേരിട്ട് ചെന്ന് അധ്യാപകരെയൊക്കെ കണ്ട് കുട്ടി എങ്ങനെ പഠിക്കുന്നു, എങ്ങനെയാണ് മാർക്ക് എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ഇവിടെ ഈ കുസാറ്റിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ എനിക്കറിയില്ല അവിടെ ആരാ എന്താ വലിയ യൂണിവേഴ്സിറ്റി, ആരോട് ചോദിക്കുക എന്ത് ചോദിക്കുക എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അഡ്മിഷൻ എടുത്ത് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞ് ഞങ്ങൾ അവൻ പഠിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അതുവരെ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്ന് ശീലമില്ലാത്ത അവനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയപ്പം ഇവർക്ക് എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ ഒന്നിച്ച് താമസിക്കുന്നതാണ്. അവർക്ക് ഈ മൊബൈലൊക്കെ ഇങ്ങനെ നോക്കി അവർ 12, 1 മണി 2 മണി വരെയൊക്കെയാണ് അവർ കിടന്നുറങ്ങുന്നത്. ആ സമയത്ത് ഇവന് രാവിലെ കോളേജിലോട്ട് എഴുന്നേറ്റ് പോകാൻ ഇവന് കഴിയുന്നില്ല. അങ്ങനെ ഇവൻ കിടന്നുറങ്ങി ഇവൻ്റെ അറ്റൻഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു. ഇതൊക്കെ ഞങ്ങൾ അറിയുന്നില്ല. ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ 2ാം വർഷം ആകുമ്പോഴാണ്. 2ാം വർഷം ആകുമ്പോൾ എനിക്കൊരു കോള് വന്നു, പ്രിൻസിപ്പാള് നിങ്ങൾ മോനെ ഒരു നാട്ടിൻപുറത്തുനിന്ന് കൊണ്ടുപോയി ഒരു കോളേജിൽ കൊണ്ട് ചേർത്തിട്ട് ഈ കുസാറ്റിൽ കൊണ്ട് ചേർത്തിട്ട് നിങ്ങൾ അവനെ ഒന്ന് ഇതുവരെ തിരിഞ്ഞു നോക്കുവോ, ഈ കോളേജിലൊന്ന് വരുവോ, ഒന്ന് അന്വേഷിക്കുമോ, ഒന്ന് ഇതുവരെ ചെയ്യാത്തത് എന്താണ് എന്ന് പ്രിൻസിപ്പാൾ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ആകെ വിഷമിച്ച്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ആരോട് എന്ത് ബന്ധപ്പെടും. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ 2 PTA മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ഇവിടെ വന്നിട്ടില്ല, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് കാണിച്ചു, ഉടനെ തന്നെ ഞാൻ ട്രെയിൻ കയറി ഞാൻ ഇവൻ്റെ കോളേജിൽ ചെന്നു. കോളേജിൽ ചെന്നപ്പോൾ നിർമ്മൽ സാർ എന്ന് പറഞ്ഞൊരു സാറാണ്. സാർ ഇവൻ്റെ അറ്റൻഡൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 2ാം സെം എഴുതണമെന്നുണ്ടെങ്കിൽ ഇവന് അറ്റൻഡൻസ് ഇല്ല, ഇവനെ ഇയർ ഔട്ട് ആക്കുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അവിടുന്ന് ഒരുപാട് കരഞ്ഞ് വിഷമിച്ച് ഞാൻ വീട്ടിൽ പോന്നു. പക്ഷേ എങ്ങനെയെങ്കിലും എക്സാം എഴുതിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവന് പൈസയൊക്കെ കൊടുത്തു. എവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടും അവനെ ആ 2ാമത്തെ സെമ്മിന് അവനെ എഴുതിച്ചില്ല എന്ന് മാത്രമല്ല 6 മാസം അവൻ പുറത്ത് നിന്ന് എഴുതിച്ചിട്ട് കോളേജിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു.
പിന്നെ എന്ത് ചെയ്യും, അവൻ വീട്ടിൽ വന്നു. വീട്ടിൽ ബാഗൊക്കെ തൂക്കി വന്നപ്പോൾ ഞാൻ അവനോട് കർശനായിട്ട് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, നീ ഇത്രയും നല്ലൊരു കുട്ടിയായി പഠിക്കുന്നത് എനിക്ക് നാണിക്കേടാണ്, അപ്പം നീ എഴുതിയെടുത്ത് കോളേജിൽ കയറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ വളരെ കർശനായിട്ട് അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കയറും, കോളേജ് എഴുതിയെടുക്കും, അമ്മ വിഷമിക്കണ്ട. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ എഴുതിയെടുക്കും. അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇവനെ തൃശ്ശൂർ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ സെമ്മ് ട്യൂഷന് കൊണ്ടാക്കി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇവൻ അവിടെ ക്ലാസ്സിൽ കയറുന്നില്ല. അവൻ പറഞ്ഞു, രണ്ട് രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്, എനിക്ക് ശരിക്കും അങ്ങ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ നീ എന്ത് ചെയ്യാൻ പോവും? ഇല്ലമ്മേ, ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല, ഹോസ്റ്റലിൽ തന്നെ നിന്ന് പഠിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ സെമ്മ് പിന്നെ അടുത്തത് ഇതെല്ലാം കൂടെ നിന്നെക്കൊണ്ട് കഴിയുമോ? ആ കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ നിന്നു. പക്ഷേ പിന്നെ കൊറോണ ആയിട്ട് ക്ലാസ്സിൽ വീട്ടിൽ ഓൺലൈനായി. പിന്നെ കോളേജിൽ ചെന്നപ്പോൾ 3-ാം വർഷമായപ്പോഴും ഞാൻ ടീച്ചറെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങളാണ് ജോജോയ്ക്ക്, അവൻ രാവിലെ ക്ലാസ്സിൽ വരാൻ പറ്റുന്നില്ല, ആകെപ്പാടെ കുറേ പേപ്പറുകൾ എഴുതിയെടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. 3-ാം വർഷം ഇതുപോലെ ടീച്ചർ പറഞ്ഞു, പിന്നെ കുറേ പ്രശ്നമാണ്, ഇനി രക്ഷപ്പെടുമെന്ന് അറിയില്ല ജോജോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കുറേ മുൻപ് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര ഒരു വിഷമം ഇല്ലാത്തതുകൊണ്ട് കൃപാസനം എന്താ ഏതാ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് വരാൻ തോന്നിയില്ല. പക്ഷേ ഇവൻ വീണ്ടും പഠിത്തമൊക്കെ ഇവൻ പുറകോട്ട് പോകുകയാണ്, ഇവൻ്റെ ഭാവി അനിശ്ചിതത്തിലാണ്, ഇവനിനി നല്ലൊരു നല്ലൊരു ഭാവി ഉണ്ടാവില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല. നേരെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ 3-6 മാസം കൂടുമ്പോഴാണല്ലോ എക്സാം വരുന്നത്. പിന്നെ ഞാൻ മാതാവിനോട് മാത്രം പ്രാർത്ഥിച്ചു, ഇനി അവൻ്റെ കാര്യം മാതാവ് നോക്ക് എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 4-ാം വർഷമായി. അത് കഴിഞ്ഞപ്പോൾ ഇവന് പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ പറഞ്ഞു, അവന് കുറേ പേപ്പറുകളുണ്ടായിരുന്നു എഴുതിയെടുക്കാൻ. അത് എഴുതിയെടുക്കും എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്ക് മാതാവ് ഇവിടെ വന്നതുകൊണ്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ പറഞ്ഞു, അവർക്ക് പോലും അത്ഭുതമായിരിക്കുന്നു, ജോജോ ആ പേപ്പറുകൾ മുഴുവൻ എഴുതിയെടുത്തിട്ടുണ്ട്, ഇനി അവന് ഏപ്രിൽ അവസാനത്തെ സെമ്മിൻ്റെ ഉള്ളൂ, അതെന്തായാലും അവൻ പാസ്സാകും എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം. കാരണം ഞാനതിന് ഒരുപാട് നന്ദി പറയാനുള്ളത് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടുമാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവന് എങ്ങനെ തലകുത്തി മറിഞ്ഞാലും ഇത്രയും സെമ്മൊന്നും അവൻ എഴുതിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ടീച്ചറും വിളിച്ചു പറഞ്ഞു, ഇനി അമ്മ വിഷമിക്കേണ്ട, എല്ലാം അവൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ. പിന്നെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മാസം 10,000 രൂപ വെച്ച് ലോൺ അടച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ 10 ലക്ഷം ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുടിശ്ശികയായി. ആദ്യം 2-3 ലക്ഷം അടച്ചത് മൊത്തം ഈ പലിശയിൽ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ 1.5 വർഷത്തോളമായി അതിൻ്റെ കുടിശ്ശിക ഇങ്ങനെ കിടക്കുക. അപ്പം മാനേജർ പറഞ്ഞു, ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും, ആകെ പ്രശ്നമാണ്, അവസാനം ജപ്തി വരെ ആവുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് ഇത്രയും രൂപ എവിടെ നിന്ന് അടയ്ക്കാനുണ്ടാവും. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയി ഏകദേശം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ ഞങ്ങളെ വീട്ടിൽ വന്ന് മുട്ടുന്നുണ്ട്. അപ്പം ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇതാണോ ഇന്ന പഴയമ്പള്ളിലെ വീടെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്താ നിങ്ങളുടെ ആവശ്യം? അപ്പം പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ കുറച്ച് പറമ്പ് വെറുതെ കിടക്കുന്നില്ലേ? അപ്പോൾ 1 ഏക്കർ പറമ്പ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ആ പറമ്പിൽ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ മരുഭൂമി പോലെ പറമ്പ് കിടക്കുക, അതും വഴിയില്ല, കുറേ ഉള്ളേരിയയിലാണ് ആ പറമ്പ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പൂക്കോട്ടുംപാടം എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറച്ച് ദൂരമാണ്, അവിടുന്ന് വരികയാണ്, നിങ്ങളെ പറമ്പിൽ കുറച്ച് കളിമണ്ണുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയും വർഷം ആ പറമ്പ് അവിടെ കിടന്നിട്ട് ഇന്ന് വരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിത് എങ്ങനെ കണ്ടുപിടിച്ചു ഇവിടെ കളിമണ്ണുണ്ടെന്ന കാര്യം? ഒന്നുമില്ല, ഞങ്ങൾ ഈ നാട്ടിൽ വണ്ടി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിലേ ഒന്ന് വരണമെന്ന് തോന്നി, അങ്ങനെ ഞങ്ങൾ ഓരോ പറമ്പും ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ പറമ്പിൽ കളിമണ്ണുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കളിമണ്ണിന് എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല ഈ കളിമണ്ണിനെ കുറിച്ച്. അപ്പോൾ അവർ പറഞ്ഞു, ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കുന്ന മണ്ണാണ്, അതിന് സാധാ മണ്ണിനേക്കാളും നല്ല വില കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ, കാരണം ഇവിടെ കടബാധ്യത വന്ന് കിടക്കുന്നു, വീട് നോട്ടീസ്, അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കുറച്ച് കടം വീട്ടാലോ എന്ന് എൻ്റെ മനസ്സിൽ ആരോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, നിങ്ങൾ ആ മണ്ണെടുത്തോ, അതിനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു, ജിയോളജിയിൽ നിന്നും ഒക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ പെർമിഷൻ കിട്ടണമെന്ന് പറഞ്ഞു.
പിന്നെ അവർ പെർമിഷനുള്ള പേപ്പറുകൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ 10 സെൻറ്റിൻ്റെ 10 സെൻറ്റിനാണ് അവർ പെർമിറ്റ് എടുത്തത്. 10 സെൻറ്റിൻ്റെ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ കടബാധ്യത ഏകദേശം വീട്ടാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഈ പെർമിറ്റൊക്കെ കിട്ടി ഏകദേശം 6 മാസമായി കഴിഞ്ഞപ്പോൾ ഇവർ മണ്ണെടുക്കാൻ തുടങ്ങിയപ്പം സത്യത്തിൽ അവിടെ കളിമണ്ണില്ല. എടുത്ത കൊശവൻ വെറുതെ ഇങ്ങനെ അവർ കുഴിച്ചെടുത്ത ആ ഒരു ഭാഗത്ത് മാത്രമേ കളിമണ്ണുള്ളൂ. അത് കഴിഞ്ഞ് അവർ പിന്നെ ഇത് എന്താ അവർക്ക് തെറ്റിപ്പോയതാണോ എന്ന് വിചാരിച്ച് അടുത്ത കുറച്ച് മാറി അവിടെയും കുഴിച്ച് നോക്കുമ്പോൾ അവിടെയും സംഭവം കളിമണ്ണില്ല. ആകെ കിട്ടിയത് 9 ലോഡ് കളിമണ്ണാണ്. സത്യത്തിൽ ആ പറമ്പിൽ എവിടെയും കളിമണ്ണില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഭയങ്കര അത്ഭുതമാണ് ഇവിടെ നടന്നിരിക്കണേ, ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ കളിമണ്ണ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും പൈസ കൊടുത്ത് ഞങ്ങൾ ഇതിന് പെർമിറ്റ് എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പെർമിറ്റ് എടുക്കേണ്ട ആവശ്യം എന്ത്? ഈ 10ഓ 20ഓ ലോഡ് മണ്ണിന് വേണ്ടി ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഏതായാലും എടുത്തു പോയില്ലേ, ഇനിയിപ്പോൾ ഈ മണ്ണ് ഞങ്ങൾ വെട്ടുകയല്ല, അതായത് ഇഷ്ടികളത്തിന് കൊടുത്തേക്കാം, കുറച്ച് തൽക്കാലം നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എല്ലാം കൂടി ഞങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് ആ പറമ്പിൽ നിന്ന് കിട്ടി. അപ്പം ഞാൻ മനസ്സിലാക്കി അവിടെ കളിമണ്ണില്ലാത്തടത്ത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ട് അമ്മ മാതാവ് ഇവരെ അവിടെ കൊണ്ടുവന്ന് കളിമണ്ണ് കാണിച്ചു കൊടുത്തതാണ്. അത് 10 ലോഡ് ഒക്കെ കളിമണ്ണിന് സാധാരണ എവിടെയും പെർമിറ്റ് കിട്ടില്ല, അതൊട്ട് കണ്ടുപിടിക്കാൻ പോലും കഴിയില്ല. എന്നിട്ട് ഇവരത്രയും ആ ഒരു ഭാഗത്ത് ആ കളിമണ്ണ് കണ്ടുപിടിച്ചതും അതിനു വേണ്ടി അവർ 6-7 മാസം കിടന്ന് കഷ്ടപ്പെട്ട് അതിന് പെർമിറ്റ് എടുത്തപ്പം അവർക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ, വീട് ജപ്തി അല്ലെങ്കിൽ ബാങ്കിൽ അടയ്ക്കാനുള്ള കടബാധ്യതകളൊക്കെ ഞങ്ങൾക്ക് 2 വർഷത്തേക്ക് ഞങ്ങൾക്ക് ഇനി ഒന്നും നോക്കണ്ട, ഞാൻ ഈ പൈസ കൊണ്ട് അതുപോലെ ബാങ്കിൽ അടച്ചു. അപ്പം ഇനി എനിക്ക് 2 വർഷത്തേക്ക് എൻ്റെ വീടിൻ്റെ ഒരു ജപ്തി നടപടികളോ കടബാധ്യതയോ ഒന്നും എനിക്ക് ഉണ്ടാവില്ല. എനിക്കപ്പോൾ ഒരുപാട് ഒരുപാട് എനിക്ക് നന്ദി അമ്മ മാതാവിനോടും തിരുക്കുമാരനും. പിന്നെ എൻ്റെ മോൻ ഇത്രയും പേപ്പറുകളൊക്കെ എഴുതിയെടുത്തത്